കുടുംബാന്തരീക്ഷം പരിചയപ്പെടുത്താം. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഒരു മോൻ, ഒരു മോൾ അടങ്ങുന്ന ഒരു കുടുംബം. ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഈ കുടുംബാംഗങ്ങളിൽ ഒരാൾ ഈ കുട്ടികളെ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ പേരാണ് അപ്പു, രണ്ടാമത്തെ കുട്ടിയുടെ പേരാണ് ആരതി. അപ്പോൾ മോനെ വിളിക്കുകയാണ്, മോനെ അപ്പോ. രണ്ടാമത്തെ കുട്ടിയെയും അതേ സന്ദർഭത്തിൽ വിളിക്കുകയാണ്, എടി ആരതി, അല്ലെങ്കിൽ ആരതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വിളികളിൽ കുട്ടിക്ക് കിട്ടുന്ന ഫീലിംഗ് എന്താണ്? രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പരിചയപ്പെടാം. ഇവിടെ ഒരു കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരു കേക്കിന് കുറച്ച് വലിപ്പം കൂടി. അപ്പോൾ അമ്മ പയ്യെ അത് അപ്പൂൻ്റെ പ്ലേറ്റിലെടുത്ത് വെച്ച് കൊടുത്തു. ആരതിയുടെ പ്ലേറ്റിൽ കുറച്ച് കനം കുറഞ്ഞ ഒരു കേക്കാണ്. അമ്മ അത് ശ്രദ്ധിച്ചില്ല, അമ്മ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ മോള് നോക്കുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ വലിയ കേക്ക്, എൻ്റെ കയ്യിൽ ചെറിയ കേക്ക്. ഇത് കുട്ടിയിൽ എന്ത് ഫീലിംഗാണ് ഉണ്ടാക്കുന്നത്? പുറത്തു പോയിട്ട് വന്നപ്പോൾ അമ്മ കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അച്ഛൻ, കുടുംബത്തിൽ ആരോ ആയിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ട് വന്നു. ഒന്ന് പുറത്ത് മോൻ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓർത്തില്ല, മോനെ ഇതാ ഇതങ്ങ് പിടിച്ചേ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മോൾ അപ്പുറത്ത് നിന്നത് ഈ കൊടുത്ത ആൾ കണ്ടില്ല. അപ്പോൾ വന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആരതി അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ ആരതിയുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്തായിരിക്കും? നാലാമത്തെ സിറ്റുവേഷൻ, മോൻ അപ്പോൾ വന്ന് പറയുകയാണ്, അമ്മ കൂട്ടുകാരൊക്കെ കളിക്കുന്നു, എന്നെ കൂടെ കളിക്കാൻ വിടുമോ, ഞങ്ങൾക്ക് പോയി കളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണം, അമ്മ പോയിട്ട് വാ, നമുക്ക് പെട്ടെന്ന് എത്തണം, പോയിട്ട് വാ. അതേസമയം ആരതി വന്ന് ചോദിക്കുകയാണ്, അമ്മ ഞാനും കൂടെ പോയിക്കോട്ടെ, എന്നെ കൂടെ കളിക്കാൻ വിടുമോ? അപ്പോൾ അമ്മ പറയണം, ഇല്ല ഇപ്പോൾ പോണ്ട, നമുക്ക് പിന്നെ പോവാം. അമ്മയുടെ മനസ്സിലെന്താണ്? വേണ്ട, പെൺകുഞ്ഞുങ്ങളല്ലേ, വെറുതെ നമ്മൾ സേഫ്റ്റി അത് ബ്രീച്ച് ആവണ്ട എന്നുള്ളതെല്ലാമാണ് അമ്മയുടെ ഉള്ള ചിന്ത. പക്ഷേ കുട്ടിക്ക് കിട്ടുന്ന ഫീലിംഗ് എന്താണ്? ഇതിനെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ. കുട്ടിക്ക് ആ ഫാമിലിയിൽ ഒരു ബിലോങ്ങിങ്നെസ് തോന്നത്തില്ല. ചെറുതിലേ ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ കുട്ടിയിലുണ്ടാക്കുന്ന ഒരു തോന്നലാണത്. ഈ തോന്നലാണ് പിന്നെ വളരുന്നത്. കുട്ടിക്കൊപ്പം വളർന്ന് അവളങ്ങ് ഉറപ്പിക്കും, എൻ്റെ കുടുംബത്തിൽ എനിക്ക് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ വാല്യൂ കുറവാണ്, ചേട്ടനാണ്, ചേച്ചിക്കാണ്, അനിയനാണ്, അനിയത്തിക്കാണ് വാല്യൂ. കാരണം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ്, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് അവൾ ആ കൺക്ലൂഷനിൽ അറൈവ് ചെയ്തത്. പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? അടുത്ത പടി. ആ ലവ് നീഡ് ഫാമിലിയിൽ കിട്ടുന്നില്ല എന്നറിയുമ്പോൾ കുഞ്ഞുങ്ങളത് പുറത്ത് അന്വേഷിച്ച് തുടങ്ങും. ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലവറിൻ്റെ രൂപത്തിൽ പെട്ടെന്നുള്ള ചാറ്റുകളിൽ വീഴുക. അപ്പോൾ ശരിക്കും എവിടെയാണ് ഈ അഴിച്ചുപണി വേണ്ടത്? മൈൻഡ്ഫുൾ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും, കുട്ടിയെ നോക്കുന്ന ഓരോ നോട്ടവും, ഓരോ സാഹചര്യങ്ങളും വലിയ ഉത്തരവാദിത്വമാണ്. അത് രക്ഷിതാവ് എത്ര കെയർഫുള്ളായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മൈൻഡ്ഫുൾ പാരൻറ്റിംഗ്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കാം, പക്ഷെ അത് പുറത്ത് വരരുത്. നമ്മുടെ ബിഹേവിയറിലൂടെ കുട്ടി അത് റീഡ് ചെയ്യരുത്. ഇത് എപ്പോഴാണോ കുഞ്ഞ് ഇതുപോലെ റീഡ് ചെയ്ത് അവളുടെ കൺക്ലൂഷനിൽ എത്തുന്നത്, അവിടെ തൊട്ടാണ് താളം തെറ്റൽ തുടങ്ങുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾ പാരൻറ്റിങ്ങിനെ വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സിറ്റുവേഷനും വളരെ കൃത്യമായി കൈകാര്യം ചെയ്യണം, എല്ലാവരും, കുടുംബത്തിലെ എല്ലാവരും. അപ്പോഴാണ് കുട്ടിക്കൊരു തോന്നലുണ്ടാകുന്നത്, ഐ ആം ഫീലിംഗ് വാല്യൂഡ്, എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അത് കുട്ടിയിലുണ്ടാവും. അപ്പോൾ പിന്നെ ഏത് ബന്ധം വന്നാലും കുട്ടി ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്ന അവളുടെ ഫാമിലി ആയിരിക്കും. ഫാമിലിക്ക് മുകളിൽ പിന്നെ എന്താണ്? നമ്മളെ കൂടെ നിർത്തുക, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ ചേർത്ത് നിർത്തുക, ആ കോൺഫിഡൻസ് കൊടുക്കുന്നത് നമ്മളെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഈ ചെറുതിലേ ഉള്ള സന്ദർഭങ്ങളിലൂടെയാണ്. ഇത് വിട്ടുകളയരുത് ഒരു രക്ഷിതാക്കളും.